ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഒരു വർക്ക് ഡേയിൽ നിന്ന് ഒരു ലീവ് എടുത്ത ദിവസമാണ്. മനഃപൂർവ്വമല്ല, രാവിലെ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ലീവ് എടുക്കേണ്ടി വന്നതാണ്. പിന്നെ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ കൂടെ കൂട്ടാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഒരു വ്ളോഗ് എടുക്കാം. നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കാമല്ലോ, എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ മറ്റൊന്നുമല്ല, നമ്മുടെ ട്രാവലറിന് നമ്മുടെ നെയിമിൻ്റെ സ്റ്റിക്കർ നമ്മൾ കുറേ കാലമായി ചെയ്യാതെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നതാണ് പെൻഡിങ്ങിൽ. അപ്പോൾ ഇന്ന് എന്തായാലും അതിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഞാനും കൂടി എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാനും കൂടി പോയി. അപ്പോൾ നമ്മൾ 5 പേര് കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഫ്രണ്ടിലായിരിക്കുമല്ലോ എന്നാ പറഞ്ഞത്, അതുകൊണ്ട് ഫ്രണ്ടിലല്ലേ സീറ്റ് അയച്ചതിന്റെ അഭിപ്രായം. ഇവിടെ തുരത്തിലെനിക്ക് സ്വയം തരുന്നില്ല. എന്റെ ചെങ്ങായി കേർ അയച്ചിരുന്നോണ്ട് വീട്ടിൽ കുഴപ്പമാണ്. അതിനൊക്കെ ഇഷ്ടപ്പെട്ടില്ല. ഗൈസ്, ട്രാവലറിന് സ്റ്റിക്കർ അടിക്കാൻ നമ്മൾ എത്തിയത് ഇവിടെയാണ്. പക്ഷെ അതിന്റെ പേര് പറയാൻ ഇവരെല്ലാരും അതിന്റെ ടോപ്പ് എടുത്ത് കളഞ്ഞതിനാണ് ഗൈസ് നല്ലതെന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. വണ്ടി വരുന്നുണ്ട്. എപ്പോ അപ്പുറം ഉണ്ടാവില്ല, എപ്പോഴും പഠിക്കും വേണ്ടടാ, പഠിക്കും. ഒരു പേരാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ആൾക്കാരുടെ ക്യൂവിൽ നിൽക്കുന്നത്. ഫുഡ് അതിന് നല്ല ഫുഡിന്റെ മണമുണ്ട് അല്ലേ? നല്ല മണമില്ലേ? നോക്കിയിട്ട് പോ. അല്ല, അച്ചുകുട്ടന് മാത്രമേ വ്യത്യാസമില്ല, ബാക്കി എല്ലാവരും കഴിച്ചോ? നീ കഴിക്കുന്നതല്ലേ? കളിക്കുന്ന ഫുഡ് ബിരിയാണി ഇവരെല്ലാം തിന്നിട്ടാ ഗൈസ്. ഇത് ഭയങ്കര സ്ലോ മോഷൻ. ഇവിടെ ബിരിയാണി ഫുള്ളുണ്ട് അത്ര. നല്ല ഹോട്ടൽ കേട്ടോ, തളിപ്പറമ്പ് തന്നെയാണ്. നല്ല ഹോട്ടൽ, നല്ല ഫുഡും നല്ല നല്ല നീറ്റും ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. സാലഡിന് മാത്രമല്ല, നല്ല വൃത്തിയുണ്ട്. അടുക്കളയായാലും ഫുൾ ഏരിയ കാണാൻ നല്ല വൃത്തിയുണ്ട്. നല്ല ഫുഡ്, നല്ല ബീഫ് ബിരിയാണി, നല്ല ചിക്കൻ ബിരിയാണി അത്യാവശ്യം മോശം, നല്ല ബിരിയാണിയാണ്. പ്രവാസ് നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇവരെല്ലാവരും ഫോട്ടോസ് എടുക്കണം എന്ന് പറഞ്ഞിങ്ങനെ
ഓരോ സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 11:30 മണി ആ സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. ഇപ്പോൾ സമയം 5 മണിയായി. സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കണം. അത്രയും ടൈം ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ആൺകുട്ടികളൊക്കെ നമുക്ക് കാണാം. ഫുൾ ഇവരെല്ലാവരും 3 ആൾക്കാരാണ് ക്യാമറയും കൊണ്ട് വെയിറ്റിംഗ് ബാക്കിൽ, പക്ഷേ ഫ്രണ്ടിൽ. നമ്മളിങ്ങനെ റിവേഴ്സ് പോവും, വീണ്ടും വരും, റിവേഴ്സ് പോവും, വീണ്ടും വരും. ഇതിൻ്റെ ഒരു ഔട്ട് വീഡിയോ ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇത്രയും ഇവർ എഫേർട്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഓരോ വീഡിയോസ് ഇവർ എടുക്കുന്നത് എന്ന് കൂടി നിങ്ങൾ അറിയണം. അതുകൊണ്ടാണ് ഞാൻ ഇത് ഈ വ്ളോഗിൽ ആഡ് ചെയ്തത്. ഇവരെല്ലാവരും ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുവാണ്, ഓരോ ഫോണും ഓരോ ക്യാമറയൊക്കെ പിടിച്ചിട്ട്. ഞാൻ മാത്രമേ ഇതിൽ ഇറങ്ങാത്തുള്ളൂ. എന്തായാലും എൻ്റെ ഫോൺ ഇതിലൊരു പാർട്ടാണ്, കാരണം ഫോൺ അവിടെയുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് ക്യാമറയിൽ തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. നമുക്ക് വീണ്ടും റിവേഴ്സ് പോയിട്ട് വരാനുണ്ട്. കാണുന്നില്ല എല്ലാവരും, ഇവരെല്ലാവരും മരിച്ചു കിടന്ന് ഫോട്ടോ വീഡിയോ എടുക്കും. ഇതൊക്കെ ആയിരിക്കും നമ്മുടെ പേജിൽ വരുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. രാവിലെ ഒരു 11:30 ആ സമയത്താണ് നമ്മൾ ഇവിടുന്ന് പോയത്. തിരിച്ച് ഈ ഒരു 5 മണി 6 മണി ആയ സമയത്ത് നമ്മൾ എത്തി. കുറച്ച് സമയമായതേ ഉള്ളൂ. ചെറിയ പണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ തീർത്തു. അപ്പോൾ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ വണ്ടി നമ്മളെ ഫസ്റ്റ് ഉണ്ടായ ഒരു ട്രാവലർ നമ്മൾ കൊടുത്തിട്ടാണ് നമ്മളിപ്പോൾ ഈ വണ്ടി വാങ്ങിച്ചത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട് നമ്മൾ എന്തുകൊണ്ടാണ് വണ്ടി കൊടുത്തത്, മുന്നേ ഉണ്ടായ വണ്ടി കൊടുത്തു, അതുപോലെ അപ്പം തന്നെ വേറെ വണ്ടി വാങ്ങി, അതെന്തിനാ അങ്ങനെ ചെയ്തെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആൾക്കാർ പുറത്തുനിന്നായാലും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഭയങ്കര ഫേമസ് ആൾക്കാരൊന്നും അല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരുപാട് പേരൊന്നും ചോദിച്ചിട്ടില്ല. പക്ഷെ ഞാനത് എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയണമെന്ന് എനിക്കൊരു ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമല്ല, നമ്മുടെ ലൈഫിൽ ഓരോ ഗാഡ്ജറ്റ്സും സാധനങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യുന്ന പോലെ നമ്മൾ ആ ഒരു വണ്ടി നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ചെയ്തതാണ്. അപ്പോൾ അതിനൊരു സ്റ്റിക്കർ പേര് നമ്മുടെ പേരുണ്ടായിരുന്നു, അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ പോയത്. അപ്പോൾ രാവിലെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് തുടങ്ങണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ അതിനുള്ളൊരു സാഹചര്യം ആയിരുന്നില്ല രാവിലെ. ഒന്നാമത് ഞാൻ ഇന്ന് വർക്കിന് പോകേണ്ട ലീവ് എടുത്ത് തന്നെ എനിക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ പിന്നെ അത്രയും സമയം നിന്ന് ഒരു വ്ളോഗ് എടുക്കാനുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്നായിരുന്നു പോവാമെന്ന് പറഞ്ഞത്. അപ്പോൾ വീട്ടിൽ ഞാൻ ഒറ്റക്കായതുകൊണ്ടാണ് എന്നെയും കൂട്ടാമെന്ന് പറഞ്ഞത്. അപ്പം ആ പോകുന്ന വഴിക്കുണ്ടായ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കുറേയൊക്കെ മേ ബി ഞാൻ വോയിസ് ഓവറായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ പോയി ഇത്രയും സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പൊതുവെ അങ്ങനെ തന്നെയാണ് ഈ ഗ്രാഫിക്സ് അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ചെയ്യാനൊക്കെ പോയാൽ അങ്ങനെ തന്നെയാണ് ഉണ്ടാവാറ്. അപ്പം നമ്മൾ വണ്ടിയിൽ ഫോണ്ടൊക്കെ നമ്മളെ സ്റ്റൈലൊക്കെ മാറ്റി പുതിയൊരു ഡിസൈൻ നമ്മൾ ചെറുതായിട്ടൊരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു റെഫറൻസ് പോലെ നമ്മൾ വിചാരിച്ച പോലത്തെ. അപ്പം അതൊക്കെ വെച്ച് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ, വേറെ വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല. അപ്പോൾ ഇതായാലും ഇപ്പോൾ നമ്മളെ ഓൾറെഡി ഉണ്ടായിരുന്ന ഫോണ്ട് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഫോണ്ടായിരുന്നു, കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഈ ഒരു ഫോണ്ടായിരുന്നു നമ്മുടെ ട്രാവലറിനും അതുപോലെ ഈ കാണുന്ന ഈ ബസ്സിനും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ നമ്മളത് മാറ്റിയിട്ട് പുതിയൊരു ഫോണ്ടിലേക്കാക്കി. ഇപ്പോൾ ബസ്സിനും ഒക്കെ നമ്മൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഭാവിയിൽ. അപ്പോൾ ഇപ്പോൾ ഉള്ള ഫോണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും കൊടുക്കാം, ഇൻക്ലൂഡ് ചെയ്യും എന്തായാലും, പിന്നെ എങ്ങനെയാണുള്ളതെന്ന്. അതുപോലെ നമ്മളൊരു ഒരു ഷോർട്ട് വീഡിയോ കൂടി, ഒരു റീലും കൂടി ഇടുന്നുണ്ടാവും. അത് ഞാൻ എൻ്റെ ഷോർട്സിലും അതുപോലെ ഇൻസ്റ്റഗ്രാമിലും ആയിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ബിഹൈൻഡ് ദ സീൻസ്. ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് ഒരുപാട് പേര് ചേർന്നിട്ടാണ് അങ്ങനത്തെ ഒരു കുഞ്ഞു വീഡിയോ എടുക്കുന്നത് എന്നുള്ളത്. എല്ലാ ക്രിയേറ്റേഴ്സൊക്കെ ചെയ്യുന്ന അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം അതിൻ്റെയൊക്കെ ഒരു വിശേഷങ്ങളായിരിക്കും ഈ വീഡിയോയിൽ. അപ്പോൾ ഞാൻ ലാസ്റ്റിലേക്ക് വെച്ചത് ഇങ്ങനത്തെ ബോറടിപ്പിക്കുന്ന സാധനങ്ങളധികം പറയണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, വേറെയും വ്ളോഗ്സായിട്ട് ഞാൻ വരുന്നതായിരിക്കും, നമ്മുടെ വണ്ടീൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഓക്കെ, ബൈ.